ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ കരുണയാണെങ്കിൽ അമ്മയടുത്തും ഉണ്ണിയടുത്തും പറയുന്നുണ്ട്, എനിക്കൊരു സംശയം, അയാളുടെ ഇടതുകാരനല്ലേ സ്വാധീനം കിട്ടിയെന്ന് പറഞ്ഞത്. പക്ഷെ അയാൾ സംസാരിക്കാൻ നേരത്ത് ഞാൻ ശ്രദ്ധിച്ചു അമ്മേ, അയാളുടെ ഇടതുകാലം മാത്രമല്ല വലതുകാലം ചെറുതായിട്ട് അനങ്ങുന്നുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട്, എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. അന്ന് ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം അവന്റെ റൂമിൽ കയറിയപ്പോൾ അവന്റെ കാല് ചലിക്കുന്നത് പോലെ എനിക്ക് തോന്നിയെന്ന്. എന്നെ കണ്ടപ്പോൾ അവനത് എന്തൊക്കെയോ മറക്കുന്ന പോലെയും എനിക്ക് തോന്നി. കഴിഞ്ഞ ദിവസം ഞാനൊരു സ്വപ്നവും കണ്ടിരുന്നു, അവൻ എഴുന്നേറ്റ് നടക്കുന്നത്. ദേ, നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ വെറുതെ ഭ്രാന്ത് പിടിപ്പിക്കലേട്ടോ. ഉണ്ണി പറയണം. കരുണ പറയുന്നുണ്ട്, ഉണ്ണിയേട്ടൻ വിഷമിക്കണ്ട. അയാൾക്ക് അങ്ങനെ സ്വാധീനം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ അറിയാതെ ഭാര്യയും ഭർത്താവും ഒളിച്ചു വെക്കുക എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാം ഉണ്ണിയേട്ട. തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കുകയും ചെയ്യാം. എന്തായാലും അയാൾ അങ്ങാനും ആ വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് നടക്കുവാണെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടല്ല നമുക്കാണ്. പിന്നെ ഒന്നും പറയണ്ട, അയാളുടെ ആത്മവിശ്വാസം അറിയാലോ, അയാൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്ന് വരെ അയാൾ ഇന്നലെ പറഞ്ഞിരുന്നു. ഇനിയിപ്പോ ഇതൊക്കെ കൊണ്ടിട്ടാണോ അയാൾ അങ്ങനത്തെ ഡയലോഗ് അടിച്ചെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അയാൾക്ക് മനസ്സിൽ തോന്നി തുടങ്ങി അയാൾക്ക് നടക്കാൻ പറ്റുമെന്ന്. ആ ഒരു ആത്മവിശ്വാസത്തില് അയാള് കൊച്ച് എന്നൊക്കെ പറയണത്. ഇനി പറഞ്ഞ പോലെ തന്നെ അവന് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അവതാളത്തിലാവുമല്ലോ മോളെ എന്ന് പറയാണ്. അതെ, പിന്നെ അവന് മഞ്ജുവിനോട് പ്രത്യേക ഒരു ഇഷ്ടമുണ്ട്. അതുകൊണ്ട് മഞ്ജുവിന് അവൻ സ്വത്തില് പകുതി സ്വത്ത് കൊടുക്കുമെന്ന് ഉറപ്പാണ്. പക്ഷെ ഉണ്ണിയുടെ കാര്യത്തിൽ മാത്രമേ എനിക്കൊരു സംശയമുള്ളൂ എന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മേഘനാഥന്റെ വരവും കാത്തിരിക്കാട്ടോ അമ്മയും അച്ഛനും അനിയത്തിയും കൂടിയിട്ട്. മേഘേട്ടനെ കാണുന്നില്ലല്ലോ, എന്തായാലും മേഘേട്ടൻ തന്നെ ഇനി ആ വൃത്തികെട്ട സ്ത്രീക്ക് ചെലവിന് കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട്, എടി എന്തൊക്കെ പറഞ്ഞാലും മേഘന്റെ കുഞ്ഞാണ് അവളുടെ കയ്യിലിരിക്കുന്നത്. അതുകൊണ്ട് വൃത്തികെട്ട സ്ത്രീ എന്ന് പറയുമൊന്നും വേണ്ട. ചിലപ്പോ നാളൊരു സമയത്തെ അവളെ ഇവിടെ ആരത്തി ഒഴിഞ്ഞ് കയറ്റേണ്ടിയും വരും. അവളത്തെ കോടതിയിൽ ജഡ്ജി എന്താ ചോദിച്ചെന്ന് അറിയാവോ? അവളെ ഇവിടെ കയറി താമസിക്കാൻ അവള് താല്പര്യം ഉണ്ടോന്ന് ചോദിച്ചു. അവളില്ലെന്ന് പറഞ്ഞു. പക്ഷെ അടുത്ത കോടതി കൂടുമ്പോ അവൾ എങ്ങാനും താല്പര്യം ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഈ വീട്ടിലെ മരുമകളെ ഇനി അത് മുതൽ മഞ്ജു ആയിരിക്കില്ല, അവളായിരിക്കും ആ മാനസ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മേഘനാഥൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതെ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാൻ പോകുന്നില്ല. അതൊന്നും ഓർത്ത് ആരും പേടിക്കണ്ട. അങ്ങനെ എന്തെങ്കിലും അവൾ വലതുകാലം വെച്ചിട്ട് ഇങ്ങോട്ട് കയറാനാണ് അവളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അവളെ തീർത്തിട്ട് ജയിലിൽ പോയി കിടക്കാനും ഈ മേഘനാഥന് ഒരു മടിയുമില്ല എന്ന് പറയാണ്. അത് കേട്ട് അമ്മ പറയുന്നുണ്ട്, എടാ മേഘ, നീ ഈ ദേഷ്യവും വാശിയൊക്കെ ഒന്ന് അവസാനിപ്പിക്കട. നീ എന്തിനാ ഈ ദേഷ്യവും വാശിയൊക്കെ കാണിക്കണത്? ഇതുകൊണ്ട് എന്ത് ഉപയോഗമാണ് ഉള്ളത്? നിനക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായത്? നിന്റെ മുറപ്പെണ്ണ് മഞ്ജു, എടാ, അവള് നിന്നെ എത്ര ആത്മാർത്ഥമായിട്ടാണ് നിന്നെ സ്നേഹിച്ചത്. നീ ആ സ്നേഹം കണ്ട് അവളോട് ആത്മാർത്ഥമായിട്ട് അങ്ങോട്ട് സ്നേഹം കാണിച്ചിരുന്നെങ്കിൽ നീ ഇപ്പൊ ഏത് നിലയിലെത്തിയാനെ? ആ കണ്ണിന്റെ സ്ഥാനത്ത് നീ ഇരിക്കേണ്ടതായിരുന്നു. എല്ലാം നശിപ്പിച്ചത് നീ തന്നെയാ, നിന്റെ കയ്യിലിരിപ്പ് തന്നെയാ. കണ്ണനെ കുറച്ചു മനുഷ്യപ്പറ്റുള്ളവനാണ്. നീ ഒരു കാര്യം ചെയ്, അവന്റെ കയ്യോ കാലോ പിടിച്ചിട്ട് എങ്ങനെയെങ്കിലൊക്കെ പാവത്തെ പോലെ എങ്ങനെയെങ്കിലൊക്കെ പാവമാവാൻ നോക്കട. അല്ലെങ്കിൽ പാവത്തെ പോലെ അഭിനയിക്കുമെങ്കിലും ചെയ്. എന്നിട്ട് അവരുടെ മനസ്സിലൊക്കെ ഒരു ഇടം നേടണ്ട. അവളിനി മഞ്ജു ഇങ്ങോട്ട് വരുമെന്ന് തോന്നുന്നില്ല. പക്ഷെ കണ്ണന്റെ മനസ്സിൽ ഒരു ഇടം നേടാൻ നിനക്ക് സാധിച്ചെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവൻ ഭാഗം വെക്കണ സമയത്ത് നിനക്കും തരാതിരിക്കില്ല എന്ന് പറയണം. അപ്പൊ നമ്മുടെ അമ്മാമൻ പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും ആ മഹാലക്ഷ്മി അവൾക്കൊരു പ്രത്യേകതയുള്ള സ്ത്രീ തന്നെയാണ് കേട്ടോ. അവളൊരു വെറും സ്ത്രീ അല്ല, എല്ലാം മുൻകൂട്ടി കാണാനും മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അവക്കുണ്ട് എന്നൊക്കെ പറയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടോ. പിന്നീട് കാണിക്കുന്ന മഹാലക്ഷ്മിനെയാണെങ്കിൽ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് മഞ്ജു സാഗറിനെ കൂട്ടിക്കൊണ്ട് വരുവാട്ടോ. സാഗറിനാണെങ്കിൽ ആകെ വല്ലാത്ത മടി പോലെ തോന്നുവാണ് മഹാലക്ഷ്മിനെ ഫേസ് ചെയ്യാനായിട്ട്. മഹാലക്ഷ്മി സാഗറിനെ കാണുമ്പോൾ തന്നെ ദേഷ്യത്തോടു കൂടി തന്നെ സാഗറിനെ സൂക്ഷിച്ച് അങ്ങോട്ട് നോക്കുവാട്ടോ. സാഗറാണെന്നുണ്ടെങ്കിൽ എന്ത് പറയണമെന്നറിയില്ല, മുഖവും കുമ്പിട്ട് സാഗർ നിൽക്കാണ്. മഞ്ജു വരുന്നുണ്ട്. സാഗറെ വാ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അകത്തേക്ക് വരുവാണ്. മഞ്ജുവിനെയും കൂടി കാണുമ്പോഴേക്കും മഹാലക്ഷ്മി രണ്ടുപേരെ മാറി മാറി നോക്കുന്നുണ്ട്. ശേഷം മൈൻഡ് ചെയ്യാതെ മഹാലക്ഷ്മി തന്റെ വർക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏടത്തി എന്ന് മഞ്ജു വിളിക്കുന്നുണ്ടെങ്കിലും ദേ, ചേട്ടനകത്തുണ്ട്, ആദ്യം ഏട്ടനെ പോയി കാണ്, എന്നിട്ട് ഞാൻ സംസാരിച്ചോളാം എന്ന് മഹാലക്ഷ്മി പറയാണ്. അങ്ങനെ മഞ്ജു സാഗറിനെ കൂട്ടിക്കൊണ്ട് നേരെ പോണത് കണ്ണന്റെ റൂമിലേക്കാണ് കേട്ടോ. കണ്ണൻ ഇവരെ കാണുമ്പോൾ തന്നെ ദേഷ്യത്തോടു കൂടി തന്നെ മഞ്ജുവിനെ നോക്കുകയാണ്. മഞ്ജു, നിനക്ക് നാണുലടി ഇവനെയും കൂട്ടിക്കൊണ്ട് എന്റെ മുമ്പിലേക്ക് വരാനായിട്ട്? ഞാൻ ഇരിപ്പിലായതുകൊണ്ടായിരിക്കും നീ വന്നേല്ലേ? കാരണം എന്താ വെച്ചാൽ ഞാൻ ഇരിക്കല്ലേ, നിന്റെ ഇപ്പത്തെ ഭർത്താവായിട്ടുള്ള ഇവനെ ഞാൻ ഒന്നും ചെയ്യില്ലല്ലോ. സത്യമായിട്ട് മഞ്ജു, എന്റെ കാലിന് ശേഷി ഉണ്ടായിരുന്നെങ്കിൽ, എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഇവന്റെ മുഖം അടിച്ച് ഞാൻ പൊട്ടിച്ചാനെ. അത്
ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. വേണ്ടടാ സാഗറെ, നീ ഒന്നും പറയണ്ട. നീ ആരാണെന്നും എന്താണെന്നും എനിക്കറിയാം. നീ എൻ്റെ ഭാര്യ അടുത്ത് എന്തുമാത്രം മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെന്നൊക്കെ എനിക്കറിയാം. നീ എത്ര നല്ല വെള്ള ചമഞ്ഞാലും എനിക്ക് നിന്നോടുള്ള മതിപ്പൊന്നും മാറില്ലടാ. നീ ഒരു വൃത്തികെട്ടവൻ തന്നെയാണ്. എന്നാലും നീ കൊള്ളാട്ടോടാ. മേഘനാഥൻ ഒരു ഗുണ്ടയായിട്ട് നിന്നെ കൊണ്ടുവന്നു. നീയോ അവന്റെ ഭാര്യനെ തന്നെ നോട്ടു. എന്നിട്ട് അവളും ഇവനും പിരിയുന്ന സമയത്ത് കറക്റ്റായിട്ട് അവളെ ട്രാക്ക് ചെയ്ത് വലയിൽ വീഴ്ത്തുകയും ചെയ്തു. നിന്റെ പ്ലാനൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായടാ. പക്ഷെ വേറെ ആർക്കും മനസ്സിലായില്ല, പ്രത്യേകിച്ച് മാർക്കൊക്കെ. അവൻ എന്താ ഇങ്ങനത്തെ ഒരു മന്ദബുദ്ധിത്തരം കാണിച്ചെന്നാ എനിക്ക് മനസ്സിലാകാത്തത്. സാധാരണ ഇങ്ങനെയൊക്കെ ഉടായ്പൊക്കെ അവന് മനസ്സിലാവേണ്ടതാണ്. പക്ഷെ അവൻ നിന്നെ ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കുന്ന കൂട്ടുകാരനാണെന്നൊക്കെ എന്നോട് പറയുന്നുണ്ടെങ്കിലും എനിക്കറിയാം അവൻ നിന്നെ മനസ്സിലാക്കിയതെല്ലാം വെറുതെയാണ്. അവന്റെ മനസ്സിൽ നീ നല്ലൊരു കൂട്ടുകാരനാണ്, നീ ചതിക്കാത്തവൻ എന്നൊക്കെയാണെന്നൊക്കെ അവൻ പറയണത്. പക്ഷെ എനിക്കറിയാം നീ ഒരു ചതിയനാണ്. നീ എൻ്റെ പെങ്ങളെ അടിച്ചു മാറ്റി എൻ്റെ സ്വത്തുക്കളിലാണ് നീ കണ്ണ് കാണുന്നത്. എൻ്റെ സ്വത്തുക്കൾ നിനക്ക് വേണം അല്ലേടാ എന്ന് ചോദിക്കുമ്പോഴേക്കും മഞ്ജു പറയണ്ട്, ഏട്ടൻ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങൾ. സാഗർ ഒരു പാവമാണ് ചേട്ടാ. നീ ഇവനെ കുറിച്ച് എന്നോട് പറയാൻ നിൽക്കണ്ട. നീ ഇവനെ കാണുന്നതിനേക്കാളും മുമ്പ് ഞാൻ ഇവനെ കാണാൻ തുടങ്ങിയതാ. നിനക്കറിയാലോ ഇവൻ എൻ്റെ ഭാര്യ അടുത്ത് എന്തുമാത്രം ചെയ്തെന്ന്. എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞത് നിന്റെ ഏടത്തിയായിട്ട് വരും. നിനക്കതിൽ ഒരു കുറ്റബോധം തോന്നണില്ലേ മഞ്ജു എന്ന് ചോദിക്കുകയാണ്. ഏട്ടാ ശരിയാണ്, സാഗർ അന്ന് അങ്ങനെ തെറ്റ് ചെയ്തിരുന്നു. പക്ഷെ സാഗർ അങ്ങനെ തെറ്റ് ചെയ്യേണ്ടായ കാരണം ഏട്ടൻ അറിയാവുന്നതല്ലേ. സാഗറിനെ കൊണ്ടുവന്നത് മേഘനാഥനാണ്. സാഗറിനെ കൊണ്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചത് മേഘൻ തന്നെയാണ്. എന്തോ ആയിക്കോട്ടെ, അങ്ങനത്തെ ഒരു മനസ്സ് ഇവനുണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ അവൻ ആ തെറ്റ് ചെയ്തത്. എന്തായാലും നിനക്കും ഇവന് ഇവിടെ കയറാൻ ഒരു അർഹതയില്ല. ഇവിടെ മാന്യമായിട്ട് ജോലി എടുത്ത് ജീവിക്കണവരാ ഞങ്ങള്. നിങ്ങൾക്ക് നന്നായിട്ട് ജീവിക്കണം, ജീവിച്ചു പോകണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ വല്ല കൂലിപ്പണി എടുത്തിട്ടെങ്കിൽ പോയി ജീവിക്കാൻ നോക്ക്. അതിനെ ഇവന്റെ കൂടെ ജീവിക്കണേക്കാളും അന്തസ്സുണ്ടടി എന്ന് പറയാണ്. ഏട്ടാ പ്ലീസ് സാഗറിന് കുറ്റം പറയരുത്. ഇപ്പൊ അവനെ പറഞ്ഞാ നിനക്ക് പൊള്ളു അല്ലേ? അപ്പൊ ഏട്ടന്റെ നെഞ്ചിൽ ചവിട്ടിയാൽ നിനക്ക് കുഴപ്പമില്ലല്ലേ? ഏട്ടാ എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ തന്നെയാണ്. എൻ്റെ ഏട്ടനും എനിക്ക് വലു തന്നെയാണ്. നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ നിന്നെ ഇവനെ കൂടെ നിർത്തണം. നിങ്ങൾ രണ്ടുപേരെ ചേർത്ത് പിടിക്കണം. നിങ്ങളെ അനുഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജീവിച്ച് കാണിക്കേ. ഇവൻ നിന്റെ പൊന്നും പണവും കണ്ടിട്ടല്ല നിന്റെ മനസ്സ് കണ്ടാ സ്നേഹിക്കണത്. എന്നെ തെളിയിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാം എന്ന് കണ്ണം പറയാണ്. ശരിയേട്ടാ, ഞാനിത് ചലഞ്ച് ഏട്ടൻ എടുക്കുകയാണ്. സാഗർ നിങ്ങളുടെ മുമ്പിൽ വരൂ. എൻ്റെ കൈ പിടിച്ചിട്ട് ഒന്നുമില്ലാത്തടത്തുനിന്ന് ഞങ്ങൾ എവിടെയെങ്കിലൊക്കെ എത്തും. പക്ഷെ ചേട്ടൻ്റെ സ്വത്തും പൊന്നും അന്നും ഞങ്ങൾക്ക് വേണ്ട, നിങ്ങളുടെ അനുഗ്രഹം മാത്രം മതി എന്ന് പറഞ്ഞിട്ട് മഞ്ജു അവിടെ നിന്ന് പോവുകയാണ്. അതൊക്കെ കേട്ടിട്ട് നമ്മുടെ മഹാലക്ഷ്മി പുറത്ത് നിൽക്കും കേട്ടോ. മഹാലക്ഷ്മി പറയുന്നുണ്ട് മഞ്ജുവിനോട്, മഞ്ജു നീ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ ഇവനെ കൊണ്ട് അത് പ്രാവർത്തികമാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. മഹാലക്ഷ്മി പറയുമ്പോഴേക്കും മഞ്ജു പറയണ്ട്, എടുത്തി വിചാരിക്കുന്ന പോലെ സാഗറിന് നല്ല കുറ്റബോധമുണ്ട്. എന്താണെങ്കിലും നീ ഏട്ടൻ പറഞ്ഞ പോലെ ജീവിച്ചു കാണിക്കും. അതിനുശേഷം നിങ്ങൾ വാ. ഞാൻ തന്നെ പറഞ്ഞിട്ട് നിങ്ങളെ വീടിനുള്ളിലേക്ക് ഞാൻ തന്നെ കയറ്റും. നിന്റെ കൂടെ അന്ന് ഇവനും ഉണ്ടാകും. പക്ഷെ ഇവൻ നല്ലതാണെന്ന് നീ കാണിച്ച് തെളിയിക്കണം. നിന്നെ കൊണ്ടത് പറ്റുമെങ്കിൽ നീ ശരിയെടുത്തി. ഞാനത് ചെയ്തിരിക്കും. ഞാനും സാഗറും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഏട്ടനെയും കാണാൻ വരും. അന്ന് ഞങ്ങളുടെ അവസ്ഥ ഞങ്ങളുടെ സ്നേഹം മനസ്സിലാക്കിയിട്ട് ഏട്ടത്തെയും ഏട്ടൻ ഞങ്ങൾ വീട്ടിലേക്ക് വിളിക്കുകയും ചെയ്യും. ആ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കാൻ ഞാൻ എന്ന് പറയാട്ടോ. അങ്ങനെ ആ ഒരു ഭാഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ.